അത് വിട്ടുപോയി. മേയർ ഇവിടെ ബസ്സൊക്കെ തടഞ്ഞു നിർത്തിയ മേയർ കുടുംബവും മൂന്നാറിൽ സുഖവാസത്തിന് പോയി. നമ്മുടെ മന്ത്രിയും ഭാര്യയും കൂടി സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും. ഇവിടുത്തെ ആളുകളുടെ കാര്യം ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് ഒരു ടൈം ബൗണ്ടായിട്ട് ഈ റോഡ് നിർമ്മിക്കാൻ ഒരു പദ്ധതികളല്ലേ? യുദ്ധകാലാടിസ്ഥാനത്തിൽ PWD വർക്ക് നടന്ന കാലം ഇവിടെ ഉണ്ടായിട്ടില്ലേ? സാധാരണ VIPs ഒക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടോട്ടലി പരാജയമാണ്, ഫെയിലുവറാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് റോഡ് നിർമ്മാണവും ഇതിൻ്റെ ശാസ്ത്രീയതയും ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പൊതുമരാമത്താണോ ടൂറിസമാണോ ശ്രദ്ധിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ രണ്ടും ഇന്ന് ഏതാണ്ട് ഒരേ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് കാലാവസ്ഥ ഇതാണ് റവന്യൂ മന്ത്രിയുടെ ഒരു പ്രഖ്യാപനം. ഇതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം വന്നാൽ അവരെല്ലാം എന്ത് പുനരധിവാസം ഇവിടെ നടത്തി? എത്ര സ്ഥലത്ത് വെള്ളം കയറി നഗരത്തിൽ? അവരെ എവിടെ പുനരധിവസിച്ചു? ചുമ്മാ വെറുതെ റവന്യൂ മന്ത്രി പ്രഖ്യാപനം. കളക്ടർമാർ എന്തെങ്കിലും നടപടിയെടുത്തോ? വാസ്തവത്തിൽ ഈ ഗവൺമെൻറ് ഈ നഗരത്തോട്, കേരളം ഒട്ടാകെ ഈ സംഭവമുണ്ട്, ഈ നഗരത്തോട് ഇതുപോലെ ഒരു അനീതി കാണിച്ച ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 25 കൊല്ലമായി ഈ നഗരത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഭരണം കോർപ്പറേഷൻ. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരം നഗരത്തെ തകർത്ത് തരിപ്പണമായി. ഓപ്പറേഷൻ അനന്ത UDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചതാണ്. അതെന്തിനു നിർത്തി? തിരുവനന്തപുരത്ത് ഒരു നല്ല മഴ പെയ്താൽ അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തമ്പാനൂരും തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറും. റെയിൽ ഗതാഗതം മുടങ്ങും, ട്രാൻസ്പോർട്ട് മുടങ്ങും. അതിന് മുഖ്യ പ്രാധാന്യം കൊടുത്ത് നടത്തണ്ടേ? ഇവിടെ വലിയ ആഘോഷങ്ങളും പരിപാടികളും നടത്താൻ കോടികൾ ചിലവിടുന്നു. ഓപ്പറേഷൻ അനന്തയ്ക്ക് പണമില്ല. ഈ ഓപ്പറേഷൻ അനന്ത നിർത്തിവെച്ചതും സ്മാർട്ട് റോഡുകൾ ആസൂത്രണം ചെയ്യാതെ അതിന് ഒരു ശരിക്കുള്ള അതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കാതെ ഇതുപോലെ പൊളിച്ചിട്ടതും രണ്ടും ഈ നഗരത്തിലെ ജനങ്ങളോട് ഗവൺമെൻറ് കോർപ്പറേഷനും കാണിച്ച ഏറ്റവും വലിയ അനീതിയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കാലവർഷം ആരംഭിക്കാൻ പോവാണ്. എപ്പോൾ ഈ സ്മാർട്ട് റോഡുകൾ സ്മാർട്ടാവും? അതായത് ഇംഗ്ലീഷ് പ്രൊഫസറെ അന്വേഷിക്കാൻ തീരുമാനിക്കും. സ്മാർട്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒന്ന് ഡിക്ഷണറി നോക്കേണ്ടിയിരിക്കുന്നു. ആരായി പേരിട്ടത്? പേരിട്ട ആൾ വളരെ സ്മാർട്ടായിട്ട് ഉള്ള ആളെന്നുള്ള ധാരണയായിരുന്നു. അതുകൊണ്ട് ഈ നഗരവാസികൾക്ക് ഈ തലസ്ഥാനത്തും ഈ അതിൻ്റെ പരിസര പ്രദേശത്തും കേരളത്തിലൊട്ടാകെയുള്ള ജനങ്ങളുടെ അമർഷവും ഈ ഗവൺമെൻറ് ഏറ്റുവാങ്ങിയേ മതിയാവും. അടിയന്തര നടപടി സ്വീകരിക്കും.